2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിൽ മാരാർ 2020യിൽ നിന്ന് പടിയിറങ്ങി. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം തീരെയില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാൻ ആകുന്നില്ലെന്നും അഖിൽ മാരാർ വെട്ടിത്തുറന്ന് പറഞ്ഞു. ഒരു സ്വതന്ത്രനായ കലാകാരന് തന്റെ നിലപാടുകൾ പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും അഖിൽ മാരാർ സൂചിപ്പിച്ചു. ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്നതായിരുന്നു. എന്നെ കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് 2020യിൽ എത്തിച്ചത്. എന്നാൽ പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു. അഖിൽ മാരാരുടെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു. 2020 എന്നത് സാബു എം ജേക്കബിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി മാത്രമാണ്. അവിടെ മറ്റ് നേതാക്കൾക്ക് ഒരു സ്ഥാനവുമില്ല. അഖിൽ മാരാർ തുറന്നടിച്ചു. ഒരു അടിമപ്പണി ചെയ്യാൻ തന്നെ കിട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് അഖിൽ മാരാർ പടിയിറങ്ങുന്നത്. തന്റെ ബൈക്ക് വിറ്റ പണം പോലും ഉപയോഗിച്ചാണ് പ്രവർത്തനത്തിന് താൻ ഇറങ്ങിയത്. എന്നാൽ സാബു എം ജേക്കബ് തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞത്. 2026 ഫെബ്രുവരിയിൽ അഖിൽ മാരാർ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടിയിൽ ഔദ്യോഗികമായി ചേരുകയായിരുന്നു. 2020 NDA സഖ്യത്തിന്റെ ഭാഗമായി 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നാണ് അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്തായാലും ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ NDAയുടെ ഘടകകക്ഷിയായ 2020യിൽ ചേർന്നപ്പോൾ മുതൽ വലിയ വാർത്തയായി മാറിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം അന്ന് തന്നെ പ്രഖ്യാപിച്ചു. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനവും വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയതാണ്. എന്തായാലും പ്രഗത്ഭരായ നിരവധി വ്യക്തിത്വങ്ങൾ 2020യിലേക്ക് കടന്നു വരികയാണെന്ന് അന്ന് സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു. അഖിൽ മാരാർ പാർട്ടിയുടെ ഭാഗമായെന്നും ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന കാര്യം NDA നേതൃത്വം തീരുമാനിക്കുമെന്നുമൊക്കെ അദ്ദേഹം അന്ന് വ്യക്തമാക്കിയതാണ്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അഖിൽ മാരാർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം തീരെയില്ല എന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വതന്ത്രനായ കലാകാരന് തന്റെ നിലപാടുകൾ പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായതെന്നും അഖിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം താൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. എന്തായാലും കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകി തന്നെ 2020യിലേക്ക് സാബു എം ജേക്കബ് എത്തിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു. അഖിൽ മാരാർ തുറന്നു പറഞ്ഞു. താൻ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും നിലവിലെ ഭരണം മാറണം എന്ന ഉറച്ച നിലപാടുള്ള ആളാണെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. അതുകൊണ്ടാണ് താൻ പലപ്പോഴും UDF അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നും അഖിൽ മാരാർ പറഞ്ഞിരുന്നു. ക്രാന്തദർശികളായ നേതാക്കൾ മുന്നോട്ട് വരണമെന്നും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് 2020 എന്നും അദ്ദേഹം അന്ന് വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു. എന്തായാലും കൊല്ലത്തുള്ള അഖിൽ മാരാരുടെ സ്വാധീനം പ്രയോജനപ്പെടുത്തുന്നതിനായി BJPയും അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നു. VD സതീശനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് പിന്നീട് അഖിൽ മാരാർ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിപ്പോൾ അഖിൽ മാരാർ പുറത്തേക്ക് പോകുന്നത്.